കുറേ മരുന്നുകൾ ഒബീസിറ്റി ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ലഭ്യമാണ്. പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് ഇനി സർജറിയുടെ ആവശ്യമുണ്ടോ, ഇപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു സർജറി ചെയ്യണം? ഇപ്പോൾ ഒരുപാട് ചികിത്സാ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ അതിലെല്ലാം ഒരു പരിധിയുണ്ട്. വളരെ അമിതമായ വണ്ണമുള്ളവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം വളരെ ലിമിറ്റഡ് ആണ്. അതും തുടർച്ചയായിട്ടുള്ള ഇഞ്ചക്ഷൻസ് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയും വേണം. കൂടാതെ ഈ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനസ്, പ്രമേഹം, ഹൃദ്രോഗം, സ്ലീപ്പ് അപ്നിയ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ കുറച്ചുകൂടി നല്ല ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നത് ബാരിയർ സർജറിയിലാണ്. മെഡിസിൻസ് കൊണ്ട് ഒരു പരിധി വരെ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സർജറിയാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ മാർഗം. നമ്മൾ BMI ക്രൈറ്റീരിയ എന്നുള്ള ക്രൈറ്റീരിയ കൂടെ നോക്കാറുണ്ട്. എല്ലാ പേഷ്യൻസിനും, എല്ലാം അമിതവണ്ണമുള്ളവർക്കും ഇതിൻ്റെ ആവശ്യമില്ല, സർജറിയുടെ ആവശ്യമില്ല. BMI 40 ആണ് നമ്മൾ ഒരു കട്ട് ഓഫ് ആയിട്ട്. BMI ബോഡി മാസ് ഇൻഡെക്സ്, അതൊരു വെയിറ്റും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. അതിന് 40-ന് മുകളിലുള്ളവർക്ക് തീർച്ചയായും ബാഡ് സർജറിയാണ് ഏറ്റവും അബ്സല്യൂട്ട്ലി ഇൻഡിക്കേറ്റഡ്. അതിന് അവർ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് ഒന്നും കാണാറില്ല. പിന്നെ ഈവൻ ഭീമം 35 മേളിലുള്ളവർക്കും പ്രമേഹവും അതുപോലുള്ള ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്.